ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് കിച്ചണിലാണ് നിൽക്കുന്നത്. ഓഫ് കോഴ്സ് ഞാൻ ഇന്നൊരു ചെറിയ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. നല്ല അടിപൊളി, നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള ഒരു ബീഫ് കറിയാണ്. ബീഫ് കറി ആർക്കാണ് ഇഷ്ടമല്ലാത്ത അല്ലേ? നല്ല അടിപൊളിയായിട്ട് ഞാൻ വെക്കുന്നതുകൊണ്ട് ഞാൻ എന്നെ തന്നെ പോയിട്ടൊന്നല്ല ഗൈസ്. ഞാൻ നല്ല സൂപ്പറായിട്ട് നല്ല ബീഫ് കറി വെക്കും. എടുത്തിരിക്കുന്ന ഏകദേശം 1 കിലോ പാകിസ്ഥാൻ ബീഫാണ് കേട്ടോ. അപ്പോൾ ബാക്കി നമുക്ക് പ്രോസസ്സ് നോക്കാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാൻ അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് ചെറുതായിട്ട് ഞുറുക്കി വെച്ചിരിക്കുന്ന 1 കിലോ പാകിസ്ഥാൻ ബീഫ് നല്ല കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി വേണ്ടത് ഒരു 10-15 ചെറിയ ഉള്ളി, 2 സവാള. അപ്പം സവാള കുറച്ചിട്ട് ചെറിയ ഉള്ളി കൂട്ടിയെടുക്കുക കേട്ടോ. പിന്നെ ഒരു തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളക്, അത് എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചെടുക്കാവേ. തേങ്ങാക്കൊത്ത് ഇതേ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഒരു അരമുറി തേങ്ങാക്കൊത്ത് ഒരു അത്യാവശ്യം വലുപ്പത്തിലുള്ള പീസുകളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം എന്നിട്ട് ഞാൻ ഡയറക്റ്റ് കുക്കറിലേക്ക് തന്നെയാണ് ഇത് വെക്കുന്നത്. വേറെ പാത്രത്തിലൊന്നും നമ്മൾ മസാല ഒന്നും ആക്കേണ്ട കാര്യമില്ല. ഡയറക്റ്റ് കുക്കറിൽ തന്നെ വെക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ നമ്മൾ കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കരിയാപ്പലയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. കരിയാപ്പല അതെല്ലാം നല്ലതായിട്ട് ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് സവോളയും ചുവന്നുള്ളിയും കൂടി ഇട്ട് കൊടുക്കണേ. അപ്പം അതും നല്ലപോലെ ഒന്ന് വഴണ്ടണം കേട്ടോ. വഴണ്ട് കിട്ടുവാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെക്കുമ്പോഴത്തേക്കിന് നല്ല രീതിയിൽ കിട്ടും. അപ്പം ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരിക്കും ഈ ബീഫ് കറി ആണെങ്കിലും എന്ത് കറി ആണെങ്കിലും വെക്കുന്നത് അല്ലേ. അപ്പൊ എന്റെ വീട്ടിലാണെങ്കിൽ ഈ ബീഫ് കറി വെക്കുന്ന സമയത്ത് നമ്മുടെ തേങ്ങാക്കൊത്ത് വെളിച്ചെണ്ണയിൽ ഒന്ന് വറുത്ത് കോരി എടുത്തിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത് കേട്ടോ. പക്ഷെ അച്ഛന്റെ വീട്ടിൽ ഇതുപോലെ ഡയറക്റ്റ് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ അതിൽ മസാല പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പം മൂപ്പിക്കുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പച്ച എന്താ പറയാ തേങ്ങാക്കൊത്തിലേക്ക് മസാല പിടിച്ചിട്ട് നമ്മൾ അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ്. അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് തക്കാളി അപ്പം തന്നെ ഇട്ട് കൊടുക്കാം. അതൊന്ന് അടച്ചു വെച്ചിട്ട് അപ്പൊ ഇതിലേക്ക് വേണ്ട പൊടികൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ മീറ്റ് മസാല, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം മാത്രം നമുക്ക് ഈ പൊടികൾ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പൊ സവോളയും എല്ലാം നല്ലപോലെ വഴണ്ട് തക്കാളിയൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇതൊന്ന് ഇളക്കി ഇതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ല രീതിയിൽ കുരുമുളകൊക്കെ കൂടുതൽ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ബീഫ് കറിക്ക്. ഇത് ഇപ്പൊ നല്ലതായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ബീഫ് കൂടി ഇട്ട് കൊടുക്കാം. ബീഫ് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കണം കേട്ടോ. നല്ലപോലെ ഇളക്കി മസാലയൊക്കെ എല്ലാ ബീഫിലും എത്തത്തെ രീതിയിൽ നല്ലപോലെ ഇളക്കണം കേട്ടോ. ഇളക്കിയിട്ട് ഞാനൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കും. ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കാരണം ഇതെനിക്ക് അടുക്കി പിടിക്കുന്ന പേടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കും. അപ്പോൾ എനിക്ക് സമാധാനമായിട്ട് വിസിലടിപ്പിക്കാം. അല്ലെങ്കിൽ അടുക്കി പിടിക്കുമോ കരിഞ്ഞു പോകുമോ എന്നുള്ള ടെൻഷനാണ്. അപ്പം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് കഴിയുമ്പോഴത്തേന് അത് ഓക്കെ ആയിട്ട് കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് കുറച്ചും കൂടെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് അതിൻ്റെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കണേ. എന്നിട്ട് ഞാനൊരു 4 വിസിൽ അടുപ്പിക്കത്തുള്ളൂ കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ 2ഉം ലോ ഫ്ലെയിമിൽ ഒരു 2ഉം. ഇപ്പൊ ഇതാ ബിസിലൊക്കെ അടിച്ച് നല്ല സൂപ്പറായിട്ട് സെറ്റായിട്ട് നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇതാ കണ്ടില്ല, നല്ല തിക്കായിട്ടിരിക്കുന്നത്, നല്ല കൊഴുത്ത ഗ്രേവിയോട് കൂടി നമുക്ക് നമ്മുടെ ബീഫ് കറി സെറ്റായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ബീഫ് കറി വെക്കുന്ന അന്ന് നമുക്ക് വൈകിട്ട് പൊറോട്ട മസ്റ്റാണ് കേട്ടോ. ആർക്കാണ് പൊറോട്ടയും ബീഫ് കറി ഇഷ്ടമില്ലാത്ത അല്ലേ? അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതാ പൊറോട്ടയും മേടിച്ച് ബീഫ് കറിയും കൂട്ടി ഞാൻ കഴിക്കാൻ പോകാം കേട്ടോ.